Good afternoon, children. How was your weekend? Okay, today we are going to learn new chapter in civics. That is chapter 4, growing up as boys and girls. As you know, there is so much difference in upbringing of boys and girls, isn't it? So, what are they? Yes, from childhood itself, that difference is shown, isn't it? Like, or the dolls were given to girls for, whereas cars, vehicles, guns, such and such toys were given to boys. So from childhood itself, that variation or differentiation has started, isn't it? So there we can see that being a boy or girl is an important identity of one's identity, isn't it? പക്ഷെ അത് പറഞ്ഞിട്ട് ബോയ് ഗേൾ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ആവശ്യമില്ല എന്നാണ് പറയണത്. ഓക്കെ, ബിക്കോസ് ബോത്ത് ഹാവ് ഈക്വൽ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. വെറെവർ ദേ ആർ വർക്കിംഗ്, ദേ ഷുഡ് ഹാവ് എ ഈക്വൽ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ഈക്വാളിറ്റിയുടേത് നോക്കുമ്പോൾ അതാണ് പറയണത്, കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല. പണ്ട് കാലത്ത് സംബന്ധിച്ച് പെൺകുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയണം എന്നുള്ളൊരു നിയമമാണ് ഉണ്ടായിരുന്നത്. അവരെ പഠിക്കാനൊന്നും അയക്കില്ല. അവരെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള പണി ചെയ്യുക, വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യിപ്പിക്കുക, അതൊക്കെ പഠിക്കുക. കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ കുക്ക് ചെയ്യാനും അതൊക്കെ പഠിക്കുക, ഭർത്താവിനെ പരിചരിക്കുക, കുട്ടികളെ പ്രസവിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് മാത്രം, ആ ഒരു ഡ്യൂട്ടി മാത്രമാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ളൂ എന്നുള്ളതായിരുന്നു പണ്ടത്തെ നിലപാട്. അപ്പോൾ അവരെ എങ്ങനെ ഇത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കുക. അതേസമയം പണ്ട് കാലത്ത് ബോയ്സ് എന്താ ചെയ്യുക, അവരവരുടേതായ കുലത്തൊഴിൽ പഠിക്കും. മനസ്സിലായോ? അത് അവരുടെ അഡൾട്ട്സ്, വലിയ ആൾക്കാർ, അവരുടെ അച്ഛനോ അമ്മാവന്മാരോ, പണ്ട് കാലത്തൊക്കെ ജോയിൻറ്റ് ഫാമിലി അല്ലേ, അപ്പോൾ അവരാരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് അവരത് പഠിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അത് തുടർന്നുകൊണ്ടേ പോവും. അപ്പോഴും അതെ, ആ സമയത്ത് സ്കൂളിൽ പോവുക, പഠിക്കുക, ഒരു വലിയ നിലയിലെത്തുക, ഒരു ചേഞ്ച് അവരുടെ സ്വതിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ അങ്ങനെ ഒരു ചേഞ്ച് ആവണം, അല്ലെങ്കിൽ നമ്മളും പഠിച്ച് വലിയ നിലയിൽ ഈ ഒരു ഇതിന്ന് മാറണം എന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെയോ ഒരു വീട്ടിൽ ഒരു കുട്ടിയോ, ഇന്നത്തെ പോലെ ഒരു കുട്ടിയോ ന്യൂക്ലിയർ ഫാമിലിയോ ഒന്നല്ല. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ അവർ കുട്ടികളെ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടും. അപ്പോൾ അതിൽ വയസ്സിന് മൂത്ത കുട്ടികളായിരിക്കും ചെറിയ കുട്ടികളെയൊക്കെ നോക്കുക, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ പെൺകുട്ടികളായിരിക്കും മെജോറിറ്റി വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുക. അതേസമയം ബോയ്സൊക്കെ പുറത്തെ കാര്യങ്ങളാണ് നോക്കുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ എന്താണ്, നമ്മളൊരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഗേൾസ് ഓൺലി സ്കൂളാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ വേറൊരു രീതിയിലും, ബോയ്സ് സ്കൂളാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വേറൊരു രീതിയിലായിരിക്കും. ഗേൾസിൻ്റെ ഇതിൽ വലിയ വലിയ മതിലുകൾ ഉണ്ടാവും. അതേപോലെ അവരെ കളിക്കാനുള്ള ഏരിയ നടുക്കായിരിക്കും. അപ്പോൾ ഏത് ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇവിടെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്ന, പെൺകുട്ടികൾ കളിക്കുന്നത് കാണാം. അവരേത് മൂലയ്ക്ക് പോയി നിന്നാലും ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട അവരുടെ എച്ച്എമ്മിനോ പ്രിൻസിപ്പാളിനോ അവർക്കൊക്കെ കാണാൻ തക്ക രീതിയിലായിരിക്കും കൺസ്ട്രക്ഷൻ. അതേസമയം ബോയ്സിന് അങ്ങനെയുള്ളൊരു കോർട്ട്യാർഡ് ഉണ്ടാവാറില്ല. അവർക്കൊരു ഓപ്പൺ പ്ലേ ഗ്രൗണ്ട് ആയിരിക്കും. ഒരു കുറേ സ്ഥലം ഇങ്ങനെ, അവിടെ ഒരു സേഫ്റ്റിയോ മെഷേഴ്സോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്, ഗേൾസിനും ബോയ്സിനും ഈക്വലായിട്ട് നമ്മൾ സേഫ്റ്റി നോക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഈ ഓരോ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അതാണ്. ഓക്കെ, പിന്നെ അതേപോലെ വഴികളുണ്ടാവില്ലേ, വഴിയിൽ എവിടെയെങ്കിലും ഗേൾസ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മിക്ക സ്ഥലത്തും ബോയ്സ് അവർ ഇരിക്കും. അവർ വഴിയിൽ സൈക്കിളിൽ ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് പോവുകയാണെങ്കിലും സ്കൂൾ വിട്ട് പോവുകയാണെങ്കിലും അവരവിടെ നിൽക്കും, സംസാരിച്ചുകൊണ്ട് നിൽക്കും. കുറച്ച് നേരം
സ്ട്രീറ്റിൽ കളിക്കും, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ചവിട്ടി കളിക്കും, അതൊക്കെ ചെയ്യും. അവരുടെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും ഒക്കെ ചെയ്യും. അതേസമയം പെൺകുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് ഗ്രൂപ്പായിട്ട് എപ്പോഴും പോവുള്ളൂ. അവരങ്ങനെ നേരെ വീട്ടിലേക്കാണ് പോവുക. അവരങ്ങനെ ഇവിടെ വഴിയിൽ നിൽക്കുക, വർത്തമാനം പറയുക, ഇവരെ പോലെ സൈക്കിൾ കൊണ്ട് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഗേൾസ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, അവർക്ക് സ്ട്രീറ്റിലൂടെ പോവാച്ചാൽ നേരെ വീട്ടിൽ പോവുക അല്ലേ. വീട്ടിലുള്ളവരും പറയും എന്താ ട്യൂഷൻ വിട്ടാൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിലേക്ക് വന്നോളണം, അവിടെ ഇവിടെ പോകരുത്. പക്ഷേ ബോയ്സിനോട് അങ്ങനെ പറയണത് ഇതുവരെ കേട്ടിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? അവർക്ക് എന്തിനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചെറുപ്പം തൊട്ട് തന്നെ നമ്മളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ സൊസൈറ്റി തന്നെയാണ് വല്ലാത്തൊരു ഡിസ്റ്റിങ്ഷൻ ഗേൾസും ബോയ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നതും. അത് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ തുടങ്ങും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്കൊന്നും ആരും ഒരു വിലയും കൽപ്പിക്കില്ല. മനസ്സിലായോ? എന്നാൽ വർക്ക് പ്ലേസിലായിക്കോട്ടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്റ്റാറ്റസ് കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം പറയണത്. പിന്നെ അതേസമയം ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ വീട്ടിലും സെർവൻ്റ് വരുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ വീട്ടിലത്തെ സ്ത്രീ ജനങ്ങൾ, അമ്മമാരാവാം, ഗ്രാൻഡ് മദേഴ്സ് ആവാം അല്ലേ. അപ്പോൾ അവരാണ് ആദ്യം നേരത്തെ എണീറ്റ് എല്ലാ പണിയും ചെയ്ത് അവസാനം ഏറ്റവും വൈകി കിടക്കുന്നത് അവരാണ് അല്ലേ. ഇപ്പോൾ ആരെങ്കിലും കുട്ടികളോട് ചോദിച്ചാൽ അമ്മ ഹൗസ് വൈഫാണ്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. പക്ഷെ അത് എത്ര വലിയൊരു ജോബാണെന്ന് നിങ്ങൾക്കറിയോ ഹൗസ് വൈഫ് എന്നുള്ളത്? അതിൽ നിന്നൊരു റിട്ടയർമെൻറ്റോ പെൻഷനോ ഇല്ല. അവർക്കൊരു റെസ്റ്റ് ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പണി തന്നെ. അവർക്കൊരു റിട്ടയർമെൻ്റ് ഇല്ല, ഒരു ലിഷർ ടൈം ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും ആർക്കെങ്കിലും അവർ ചെയ്യുന്ന ആ വർക്കിനോടൊരു വാല്യൂ ഉണ്ടോ, ഒരു വില കൊടുക്കുന്നുണ്ടോ, റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ? അതൊന്നും കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഇതൊക്കെ അവർ ചെയ്യേണ്ട പണിയല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് മിക്ക ഫാമിലീസിലും നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ അതേപോലെ എന്താണ്, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് വേണ്ടത് എല്ലാവർക്കും, നമ്മൾ രാവിലെ പോകുമ്പോഴേക്കും നമുക്ക് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ്, കഴിക്കാനുള്ള ലഞ്ച്, ഇതെല്ലാം ഒരുക്കുന്നത് അവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ നേരത്തെ എണീക്കുന്നതും അവസാനം കിടന്നുറങ്ങുന്നതും അവരാണ് അല്ലേ. നൗ ഇനി നമ്മുടെ വീട്ടിൽ വരുന്ന സെർവൻസ്, അല്ലെങ്കിൽ ചിലവർ ചേച്ചി എന്ന് വിളിക്കും, അങ്ങനെയുള്ള അവർ നമ്മളെ ട്രീറ്റ് ചെയ്തൊന്നല്ല, പൊതുവേ സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അവർ വെറും പണിക്കാരാണെന്നുള്ളത്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ആരും ചെയ്യാറില്ല. അപ്പോൾ ചില വീടുകളിൽ ചെറിയ ബോയ്സിനെയും ഗേൾസിനെയൊക്കെ പണിക്ക് നിർത്തും. മനസ്സിലായോ? ആ വഴിയൊന്നും ഇല്ലാത്ത വീട്ടിലത്തെ കുട്ടികളെ പണിക്ക് നിർത്തും. പണിക്ക് നിർത്തി കഴിഞ്ഞാൽ അവരെ കൊണ്ട് അതവർ ചെയ്തോളണം എന്നുള്ളതാണ്. അപ്പോൾ അവരെ വല്ലാണ്ട് ഇൽ ട്രീറ്റ് ചെയ്യും. അതായത് അവർക്ക് വല്ലാണ്ട് വേണ്ട ഭക്ഷണമൊന്നും കൊടുക്കില്ല, അവരെ അടിച്ച് പണിയെടുപ്പിക്കും. അങ്ങനെ കുറേ ക്രൂരത ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതേസമയം ഈ ഹൗസ് ഹോൾഡ് വർക്ക് അവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ളതാണ്. അവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതൊന്നും ഇവരുടെ മനസ്സിലൂടെ പോലും പോകുന്നില്ല. ഇപ്പോൾ അതേസമയം അവരുടെ ശമ്പളമൊക്കെ വളരെ ലോ ആണ്. അവരെയൊക്കെ എന്താണ്, അവർ ഇതൊക്കെ ചെയ്തോളണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്. അവർക്കോ ഈ കണ്ട പണിയൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടത്ര ഫുഡ് കൊടുക്കണം എന്നുള്ള ചിന്ത പോലും അവിടുത്തെ വീട്ടുകാർക്ക് ഉണ്ടാവില്ല. അവർ എക്സ്ട്രാ റോട്ടി കൊടുക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക്, അവർക്ക് ഫിസിക്കലായിട്ടുള്ളതും മെൻ്റലായിട്ടുള്ള പണികളും ഒക്കെ ഉണ്ട്. അവരെ ചില വീടുകളിൽ, അതായത് ചില ഭാഗത്തൊക്കെ തണുപ്പ് കൂടുതലുള്ള ഏരിയാസ് ഉണ്ട് അല്ലേ, അവിടെയൊക്കെ ബാക്കി എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഇവരെ ചെരുപ്പിടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ ഈ തണുപ്പുള്ള നിലത്ത്, ഇപ്പോഴത്തെ പോലെ മാർബിളോ റെഡ് ഓക്സൈഡോ ഒന്നും അല്ലല്ലോ, ഇപ്പോഴത്തെ വീടുകളിലൊക്കെ മാർബിൾസാണ് അല്ലേ, മൊസൈക്കോ റെഡ് ഓക്സൈഡോ അല്ല, ഇപ്പോൾ എല്ലാം മാർബിളാണ്. അപ്പോൾ അതിലൂടെ തണുപ്പ് കയറിയിട്ട് അവരുടെ കാലൊക്കെ നീര് വന്ന് വീങ്ങാറുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ അവരെ നമ്മൾ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യണത് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അവർ ഇത്രയൊക്കെ പണി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതല്ലേ എന്നാണ്
ചോദിക്കുന്നത്. പിന്നെ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സ്ത്രീകൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളൊരു ഇത് വന്നത്. എന്തുകൊണ്ട് അവരെ പുറത്തേക്ക് ജോലിക്ക് അനുവദിച്ചുകൂടാ? അപ്പം അങ്ങനെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി ഉണ്ട്, ഈക്വാലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് നമ്മുടെ. അപ്പോൾ ഫീമെയിൽ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് കുറേ പോസിറ്റീവ് സ്റ്റെപ്സൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അംഗൻവാടീസ് തുടങ്ങി. അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് പോകാനൊരു സ്ഥലം. ഓക്കെ, അങ്ങനെ ക്രഷസ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതിലൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് സമാധാനമായിട്ട് അവരെ മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ക്രഷിൽ വിട്ടിട്ട് പണിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകളും ആണുങ്ങളെ പോലെ പുരുഷന്മാരെ പോലെ ഈക്വൽ വർക്ക് പ്ലേസിലും അവരുടേതായ മികവ് തെളിയിക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവർ ആണുങ്ങളെ പോലെ അത്ര അധികം ലിഷറൊന്നും എടുക്കുന്നില്ല. അവർ മാക്സിമം ടൈമും അവരുടെ എനർജി ജോലിക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും മെജോറിറ്റി ലേഡീസാണ് വർക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. So chapter 4, growing up as boys and girls. So the introduction. Being a boy or a girl is an important part of one's identity. The society we grow up in teaches us what kind of behavior is acceptable for girls and boys, what boys and girls can do or cannot do. In ancient days, children did not go to school. They learned how to take care of the children, do household work from adults, learned to undertake the hereditary occupation. They learned all these things at different points in their childhood. Older children look after the babies. Cooking was done by the girls, whereas the boys were indulged in the outside work. Now, difference between girls and boys school. Difference between girls and boys school. The girls school was designed very differently from boys school. They had a central courtyard where they played in seclusion and safety from the outside world. The boys school had no such courtyard, and their courtyard was just a big space attached to the school. Boys used the streets as a place to stand around, idling to play, to try out tricks with their bicycles. Whereas girls used these streets as a place to get straight home. Girls always went in groups because they always carried fears of being teased or attacked. The societies make clear distinctions between boys and girls. This begins from a very young age. In most societies, the roles men and women play or the work they do are not valued equally. Men and women do not have the same status. Valuing housework. Many people has a particular thinking that the work within the house was a real work. Across the world, caregiving tasks, looking after family, children, elderly and sick members lies with women. The women do within the home is not recognized as work. This is something that comes naturally to women. They do not have to be paid for the work. Lives of domestic workers. Lives of domestic workers. So, domestic workers do a lot of work like sweeping, cleaning, washing clothes, dishes, cooking, etc. Young boys and girls are employed to do this domestic work. Their wages are low, they do not get enough food to eat. Despite the hard work they do, their employers often do not show them much respect. They were not allowed to wear chappals inside the house, so in winter season, their feet would swell up with the cold.
They were so hungry after working through the day, but they were not allowed to eat or an extra roti So they were not allowed to, if they, even though they are hungry, they were not allowed to eat extra rotis. Housework involves many different tasks in which they require heavy physical work. Both rural and urban areas of women and girls have to fetch water, they have to carry heavy loads. Homework, housework, and caregiving is very time consuming. Finally, we find that women spend much more time working than men and have much less time for leisure. Now, let's see women's work and equality. So, low value attached to women's household caregiving work. Larger section or system of inequality between men and women. As equality is an important principle of our constitution, being male or female should not become a reason for discrimination. The government is taking positive steps to remedy the situation like Anganwadis in several villages. An impact on whether girls can attend school, whether women can work outside the house. The government has passed laws that make it mandatory for organizations that have more than 30 women employees to provide crash facilities. So from all these things we should know that how difficult for a woman's life, isn't it? Even though if she is going for a job, she has to do the household duties and go for the, and as well as the workplace, isn't this? There in some houses only the men also help out in the work, household work, but in majority families the women has to work for the upbringing of the family, for the well settled of life. So being a woman, we should be proud that we are able to do more than one job at a time. Housekeeping, caring the members in the family, caring the sick members, and simultaneously doing good in the workplace job also. So we should be proud that the women should be proud. Okay, so that is the difference in growing up of boys as boys and girls. So that's all for today. So hope you enjoyed it. So thank you, children.